യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് എന്റെ സാക്ഷ്യം മലയാളത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് മാത്യു ജേക്കബ്. ഈ ഒരു അവസരം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കാൽപാദം മിനിസ്ട്രി ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ആശംസകൾ. ഞാനിങ്ങനെ മലയാളത്തിൽ അങ്ങനെ ആദ്യം സംസാരിക്കാറില്ല, കാരണം വളർന്നതും പഠിച്ചതൊക്കെ ബാംഗ്ലൂരിലാണ്. പിന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കുറച്ചൊക്കെ മലയാളം പഠിച്ച കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു. വൈഫിന്റെ വീട് വയനാട്, ജാൻസി എന്നാണ് പേര്. ഞാൻ ഒരു മിഷണറി ആയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ പല ഫേസസ് ഉണ്ടായിട്ടുണ്ട്. ദൈവം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും, എത്ര സ്തുതിച്ചാലും ഈ യേശു കർത്താവിന് വേണ്ടി ജീവിപ്പാൻ എൻ്റെ അവസാന ദിവസങ്ങൾ വരെ, എൻ്റെ അവസാന നാളുകൾ വരെ, ഹല്ലേലൂയ, കർത്താവ് കൃപ തന്നെങ്കിൽ ഈ കർത്താവിനെ മഹത്വപ്പെടുത്താൻ എൻ്റെ ജീവിതത്തിൽ കൂടെ, ഹല്ലേലൂയ, ഈ തന്ന അവസരത്തിന് വേണ്ടി വീണ്ടും ഞാൻ സ്തുതിക്കുന്നു. പ്രിയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എൻ്റെ മലയാളം ചിലപ്പോഴൊക്കെ ഞാൻ മിസ്റ്റേക്ക് ചെയ്യുന്നതിരിക്കാൻ, കാരണം ഞാൻ മലയാളത്തിലല്ലല്ലോ പഠിച്ചതും ഒക്കെ. അതുകൊണ്ട് എന്നെ ക്ഷമിക്കണം. എൻ്റെ ഏതെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു 6-7 ഭാഷയിൽ ഇന്ത്യൻ ലാംഗ്വേജസിൽ സംസാരിക്കുമെങ്കിലും എൻ്റെ മലയാളം പോരാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഏത് ഭാഷയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഞാൻ അവിടെ റീച്ച് ചെയ്യാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. എവിടെയൊക്കെ ദൈവം അയച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 42 വർഷം, ഈ ജൂലൈ ആവുമ്പോൾ 42 വർഷം ഫുൾ ടൈം മിനിസ്ട്രിയിൽ. ഹല്ലേലൂയ, ഗ്ലോറി ബി ടു ഗോഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ 1978 കർത്താവിനെ സ്വന്തം രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ പേരൻസ് കേരളത്തിൽ നിന്നാണെങ്കിലും ഫാദറും മദറും ആലപ്പി ഡിസ്ട്രിക്റ്റിൽ നിന്ന് ജനിച്ചെങ്കിലും എൻ്റെ ജന്മത്തിന് മുമ്പേ തന്നെ എൻ്റെ പിതാവ് ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായി. അവിടെ ഒരു ബിസിനസ്മാൻ ആയിരുന്നു. ഫാദറിന്റെ ബിസിനസ് ഫാമില് ഒരു ഫ്ലവർ ബിസിനസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പറയട്ടെ, ഞാനൊരു പാരമ്പര്യ കത്തോലിക്ക ഫാമിലിയാ വളർന്നത്. എൻ്റെ പിതാവിന്റെ സൈഡും എൻ്റെ മാതാവിന്റെ സൈഡിലും പല അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉള്ളതാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലി അത്രയും ട്രഡീഷണലി കാത്തലിക്സ് ആണെങ്കിലും കർത്താവ് എന്നെ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ, ഞാനൊരു ഞായറാഴ്ചയാണ് ജനിച്ചത്. രാവിലെ അന്ന് എൻ്റെ അമ്മ പറഞ്ഞു, സൺഡേ ദ ലോർഡ്സ് ഡേ. ഞാൻ ജനിച്ച സമയത്ത് എൻ്റെ പേര് മാത്യു എന്ന് എനിക്ക് കിട്ടാൻ കാര്യം, എൻ്റെ വെളുപ്പന്റെ പേര് മാത്യു ആയിരുന്നു. എൻ്റെ ഫാദറിന്റെ പേര് ജേക്കബ് ആണ്, ഒഫീഷ്യൽ. ചാക്കോച്ചൻ എന്നാണ് എല്ലാവരും അറിയപ്പെടുന്നത്. കുട്ടനാട്ടിലെ പുളുകുന്ന് എന്ന് പറയുന്ന പ്രദേശം ഒരു വലിയ കാത്തലിക് റീജിയനിൽ നിന്നാണ്. എൻ്റെ അമ്മയുടെ വീട്ടുപേരും വലിയ വീട്ടുപേരൊക്കെയാ. ഞാൻ വീട്ടുപേരിലേക്കൊന്നും പോകുന്നില്ല, യേശുവിനും മഹത്വം വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പാരമ്പര്യത്തിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ മമ്മിയുടെ ബ്രദർ ഒരു പ്രീസ്റ്റ് ആയിരുന്നു. മമ്മിയുടെ സിസ്റ്റർ ഒരു കാത്തലിക് നണ്ണാണ്. എനിക്ക് വളരെ ബഹുമാനമുണ്ട് അച്ഛന്മാരോടും കന്യാസ്ത്രീകളോടൊക്കെ. ചെറിയ പ്രായത്തിൽ എന്നോട് ചോദിച്ചു, നീ വലുതാകുമ്പോ എന്താവും? ഞാൻ പറഞ്ഞ ഒരു പ്രീസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ പിന്നെ ഒരു ചെറിയ തമാശയുണ്ട്. ഞാൻ 8-9 വയസ്സിൽ എൻ്റെ അപ്പച്ചൻ, അച്ഛൻ എന്നാണ് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത്, അച്ഛൻ ഇപ്പം വേർപെട്ടു, കർത്താവിന്റെ സന്നിധിയിലാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടെ എനിക്കത് പറയാൻ പറ്റും. എന്താ ഇത് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാനാണ് അന്ന് രാത്രി പിതാവ് സെന്റ് ഫിലോമിനാസ് ഹോസ്പിറ്റൽ 2007 ഓഗസ്റ്റ് 12 when he was promoted, ദൈവം എനിക്കൊരു സൈൻ തന്നു, ഒരു ഫ്ലീസ് ഞാൻ ഇട്ടപ്പം കർത്താവ് അതിൽ കൂടെയും കാണിച്ചു, എൻ്റെ പിതാവ് സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, എൻ്റെ പിതാവ് അവസാന 7 വർഷവും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ കണ്ടിട്ട് വളരെ വളരെ അത്ഭുതം തോന്നി. കാരണം ആദ്യത്തെ വർഷങ്ങളെല്ലാം ഞാൻ മിനിസ്ട്രിയിലായെങ്കിലും വളരെ കഷ്ടപ്പെട്ട് കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് എൻ്റെ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പം എനിക്ക് നന്ദിയുണ്ട്. കാരണം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. എൻ്റെ ടീനേജില് ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഇൻ ബാംഗ്ലൂർ, സെന്റ് ജോസഫ്സ് ബോയ്സ് സ്കൂൾ. അന്നത്തെ കാലത്ത് യൂറോപ്യൻസ് അച്ഛന്മാര് തുടങ്ങിയ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ ആണ് ഞാൻ പഠിച്ചത്. കാറ്റഗീസവും എല്ലാം പഠിച്ചു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രീ യൂണിവേഴ്സിറ്റി ചെയ്ത ക്രൈസ്റ്റ് കോളേജിലാണ്. ഇന്നത്തെ വലിയ ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രൈസ്റ്റ് കോളേജ്.
അതിനുശേഷം സെന്റ് ജോസഫ്സിൽ വീണ്ടും ഡിഗ്രി പഠിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും സെന്റ് ജോസഫ്സിൽ വീണ്ടും വന്നു. ബാച്ചലർ ഓഫ് കോമേഴ്സ് BCom പാസ്സായി. ഈവനിങ് കോളേജിൽ അത് പഠിക്കാൻ കാര്യം എന്താ വെച്ചാൽ ഫാദറിന്റെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. I was a florist in downtown Bangalore. The reason I was a florist was I used to sell flowers. ആ ഫ്ലവേഴ്സ് വിൽക്കുന്ന ഒരു പൂക്കടയിലായിരുന്നു. പക്ഷെ അത് 1980 തൊട്ടാ തുടങ്ങിയ ഈ ഫ്ലവർ ഷോപ്പ്. പക്ഷെ 1978 എന്റെ കർത്താവിലേക്ക് ഞാൻ കണ്ടറിയുന്ന ഒരു അനുഭവം. ദാറ്റ് വാസ് എ റിയൽ എക്സ്പീരിയൻസ്. ആ അനുഭവത്തിലേക്ക് ഞാൻ ഒന്ന് അല്പം ഷെയർ ചെയ്യട്ടെ. ക്രൈസ്റ്റ് കോളേജ് പഠിച്ചെങ്കിലും ആദ്യമേ എനിക്ക് ഓർമ്മ ഉണ്ട്, തൃശ്ശൂരിൽ നിന്ന് വന്ന 2 ബ്രദേഴ്സ്, ക്യാമ്പസ് ക്രൂസൈഡ് ഫോർ ക്രൈസ്റ്റ്, അവരെന്നോട് ഒരു ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് വേണ്ടി ഒരു ബുക്ക്ലെറ്റ് ഷെയർ ചെയ്ത്, ദ 4 സ്പിരിച്വൽ ലോസ്. എന്റെ മനസ്സിൽ തോന്നി, ഇവരെന്തിനാ എന്നോട് പറയുന്നത്? ഞാനൊരു കത്തോലിക്കനാണല്ലോ, എനിക്ക് എല്ലാം അറിയാമല്ലോ, ഇവർ വല്ലോ ഹിന്ദുവിനോടോ വേറെ വല്ലോ ജാതിക്കാരോടോ മുസ്ലിമിനോടോ ഒക്കെ അല്ലേ ഈ സുശേഷം പറയേണ്ടേ. ഏതായാലും ഞാൻ അവരുടെ സാക്ഷ്യം കേട്ട്, ഈ തൃശ്ശൂരിലുള്ള 2 ബ്രദേഴ്സ് ട്വിൻ ബ്രദേഴ്സ് ആയിരുന്നു. ഏതായാലും അവർ ഈ ബുക്ക്ലെറ്റ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, നിങ്ങൾ വേറെ എല്ലാവരോടും ഷെയർ ചെയ്യും. പക്ഷെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ബുക്ക്ലെറ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. Law 1, God loves you. Law 2, Jesus died for you. Law 3, യേശു കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തുകൊണ്ട് ഈ സൽവേഷൻ കർത്താവ് നമുക്ക് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്, ആ ദാനം നമ്മൾ റിസീവ് ചെയ്യുക. 4-മത്തെ യേശു കർത്താവിനെ സ്വീകരിക്കുക. ആ 4 ലോസ് ഷെയർ ചെയ്ത ബുക്ക്ലെറ്റ് ഞാൻ വീട്ടിൽ വന്ന് വായിച്ചപ്പോൾ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ ഓർത്ത്, ദൈവമേ, ഞാൻ എല്ലാം എനിക്ക് അറിയാമല്ലോ എന്നുള്ളൊരു ചിന്തയാ കേട്ടോ. ഏതായാലും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ ദിവസങ്ങളില് ഒരു വലിയ കാരിസ്മാറ്റിക് ധ്യാനം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് അത് USA തുടങ്ങിയത്. അത് വളരെ പല രാജ്യങ്ങളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിറവില് പലരും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അത് അങ്ങനത്തെ ഒരു ദേവദാസൻ ഇവിടെ ബാംഗ്ലൂരിൽ വന്ന് ഒരു ആഴ്ചത്തെ റിട്രീറ്റ്, ഞാൻ പോകുന്ന കത്തോലിക്ക സഭയിൽ തന്നെ ഒരു റിട്രീറ്റ് നടക്കുക. അന്ന് രാത്രികാലം ഞാൻ ഒരു 4 ദിവസം വിട്ടു. ഈ റിട്രീറ്റിന്റെ 4-മത്തെയോ ദിവസം കഴിഞ്ഞിട്ട് ഫെബ്രുവരി 1978 അവസാനത്തെ ആഴ്ചയിലായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് രാത്രികാലം ഞാൻ ഈ ചർച്ചിൽ കയറി, ഈ ഒരു അച്ഛനല്ല, ഒരു ലേമാൻ പ്രസംഗിക്കുമ്പം ഞാൻ ഈ മനുഷ്യന്റെ ശബ്ദം കേൾക്കുമ്പം, കർത്താവിന്റെ വചനം കേൾക്കുമ്പം എന്റെ ഉള്ളിൽ കത്തുക. വചനം അന്ന് രാത്രികാലം പറഞ്ഞ മുടിയൻ പുത്രന്റെ കഥയാണ്. അന്ന് രാത്രികാലം ഈ മുടിയൻ പുത്രന്റെ കഥ പറഞ്ഞപ്പം എന്റെ ഹൃദയത്തിൽ, ഞാനാണല്ലോ ആ മുടിയൻ, ഞാനാണല്ലോ ദൈവത്തിൽ നിന്ന് വിട്ടുപോയ, ഞാനാണല്ലോ ഒരു വലിയ പാവി, ഞാനാണല്ലോ എന്റെ ജീവിതത്തിൽ വലിയ കുറ്റബോധം എന്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കാൻ തോന്നി. ഞാനെ പോലെയുള്ള ഒരു വലിയ പാവി വേറെ ആരും കാണത്തില്ലെന്ന് ഓർത്തു. ഏതായാലും എന്റെ കുറ്റബോധം വളരെ എന്റെ കോൺഷ്യൻസ് പ്രിക്ക് ചെയ്തുകൊണ്ട് ഞാൻ അന്ന് എങ്ങനെയാ ദൈവത്തോട് തിരിച്ച് വീണ്ടും മടങ്ങേണ്ടി വരുന്നതാണ് എനിക്കറിയാം. യേശു കർത്താവ് ജീവിക്കുന്ന ഒരു ദൈവമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്നും ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് ശരിക്കും യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം യേശുവിനെ ഞാൻ സ്വീകരിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ. യേശുവിനെ കുറിച്ച് അറിയാം, യേശുവിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ അറിയാം, നല്ല കഥകൾ അറിയാം, നല്ല ബൈബിൾ സ്റ്റോറീസ് അറിയാം. എന്നാൽ യേശു ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ ഗുഡ് ഫ്രൈഡേ ഒരു വലിയ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അന്നത്തെ ദിവസം ഉപവസിക്കും, അന്നത്തെ ദിവസം പോയി സംസാരിക്കും, അച്ഛന്മാരോട് ഞങ്ങളുടെ പാവങ്ങൾ പറയും. എല്ലാം വർഷം അത് ചെയ്തു. എല്ലാ വർഷവും യേശു കർത്താവ് കുരിശിൽ മരിക്കുന്നുണ്ടെന്ന് ഓർത്തിട്ട് ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ യേശുവിനെ നമ്മൾ കാരണമാണല്ലോ ആ കുരിശിൽ 3 ആണിയാൽ തറച്ച് നമുക്ക് വേണ്ടി ആ പരിഹാരം ചെയ്ത്, എന്തിനാണ് ആ സാൽവേഷൻ, നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് യഥാർത്ഥത്തിൽ എനിക്കറിയത്തില്ലായിരുന്നു. എന്നാ യേശു മരിച്ചെന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നാ യേശു ഇന്നും ജീവിക്കുന്നുണ്ടോ അറിയത്തില്ലായിരുന്നു. എന്നാ അന്നത്തെ രാത്രികാലം ഞാൻ ഈ ദേവദാസന്റെ അടുക്കൽ ചെന്നു. ദേവദാസനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വലിയ പാവിയാണ്, എനിക്ക് തോന്നുന്നില്ല കർത്താവിനെ ക്ഷമിക്കുമെന്ന്. അന്നേരം ഈ ദേവദാസൻ എന്നോട് പറഞ്ഞ്, ഒന്നും പ്രയാസപ്പെടണ്ട, നാളെ മറ്റന്നാളും 2 ദിവസം കൂടി ഉണ്ടല്ലോ, വന്ന് ഈ ധ്യാനം വന്ന് കൂടാൻ പറഞ്ഞ്. എനിക്ക് നാളെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയാ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെന്ന് വെച്ചാ, അന്ന് രാത്രി കാലം ഞാൻ തിരിച്ച് വീണ്ടും ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ഞാൻ മുട്ടുകുത്തിയിട്ടും ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്റെ കർത്താവേ, ജീവനുള്ള കർത്താവാണെങ്കിൽ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, യേശുവേ, മറ്റുള്ളവരെ ക്ഷമിക്കാമെങ്കിൽ എന്നെ ക്ഷമിക്കണേ. ഞാനൊരു വലിയ പാവിയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു, ഞാൻ യേശുവിനെ ഏറ്റുപറയുന്നു. എന്റെ കുറ്റങ്ങളും കുറവുകളും എല്ലാം ക്ഷമിക്കണേ.
കർത്താവെ, എനിക്ക് സമാധാനമില്ല, എന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ല. എന്നാൽ കർത്താവെ, എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥന പറയാനും എന്റെ മനസ്സിൽ ഒരു വലിയ സമാധാനം വന്നു. അന്ന് രാത്രികാലവും പിറ്റേ ദിവസവും ഞാൻ മീറ്റിംഗ് പിന്നെയും വീണ്ടും കൂടി. സ്വർഗം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവം എന്നെ വിടുവിച്ചെന്ന് പറയാം. ബൈബിളിൽ പറയുന്ന ഒരു വാക്യമുണ്ട്, സത്യം നിങ്ങൾ മനസ്സിലാകും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. പ്രൈസ് ദി ലോർഡ്. You shall know the truth and the truth shall set you free. എന്റെ ജീവിതത്തിൽ പറഞ്ഞ, എനിക്ക് എന്റെ വീട്ടിലൊരു ഫുൾ ബൈബിൾ പോലും ഇല്ലായിരുന്നു. ഗിഡിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ട്. ആ ഗിഡിയൻസ് സ്കൂളിൽ വെച്ച്, മിഡിൽ സ്കൂളിലും ഹൈസ്കൂളിലും വെച്ച് ഈ ബൈബിൾ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യായിരുന്നു. ന്യൂ ടെസ്റ്റ്മെന്റ് വിത്ത് സാംസ് ആൻഡ് പ്രോവേബ്സ്. ചെറിയ റെഡ് ബുക്കാണ്. ഏതായാലും ഞാൻ പെട്ടെന്ന് രക്ഷിക്കപ്പെട്ട നാള് മുതൽ ഞാൻ ആ ചെറിയ റെഡ് ബുക്ക്ലെറ്റ് എടുത്ത് ഞാൻ അത് വായിക്കാൻ തുടങ്ങി. മാത്യൂസ് ഗോസ്പലാണ് വായിക്കാൻ തുടങ്ങിയത്. 5, 6, 7 ഉള്ള ചാപ്റ്റേഴ്സ് എത്തിയപ്പോ ഞാൻ പറഞ്ഞു, കർത്താവേ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ, ഞാൻ ഇതിനെ ഒന്നും ഞാൻ പഠിച്ചിട്ടുമില്ല, വായിച്ചിട്ടില്ല, ഒന്നും അറിയത്തുമില്ല. ഇത് യേശുവിന്റെ വാക്കുകൾ, യേശുവിന്റെ വചനം. ഇന്ന് മുതൽ കർത്താവേ, ഈ വചനപ്രകാരം വേണം എനിക്ക് ജീവിക്കാൻ. വളരെ കൺവിക്ഷൻ വന്നു. ആ ചെറിയ ന്യൂ ടെസ്റ്റ്മെന്റിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ തുടങ്ങി. എല്ലാ വാക്കുകളും ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ. ഫുൾ ന്യൂ ടെസ്റ്റ്മെന്റ് വാസ് അണ്ടർലൈൻഡ്. I met the Christ that died for me. I met the Christ that is risen from the dead. I met the Christ that is alive in my life. And from that day on, I wanted to follow Jesus. മത്തായിയുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. He met a man sitting by the customs. His name was Matthew. And the Bible says that he was a tax collector. And it says in Matthew 9:9, he left everything to follow him. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ബികോം പാസ്സായെങ്കിലും ഫാദർ പറഞ്ഞ്, ബിസിനസ്സിൽ ഒത്തിരി നമുക്ക് വരുമാനമുണ്ട്, ജോലി ചെയ്താൽ എന്താ ശമ്പളം കിട്ടുന്നത്, അതിനേക്കാളും വലിയ വരുമാനം എവിടെയാ വരുന്നത്, അതുകൊണ്ട് യു ഹെൽപ്പ് മീ ഔട്ട്. ഞാൻ സൺഡേ ടു സൺഡേ ഈ കട തുറക്കും. പ്രൈസ് ദി ലോർഡ്. 365 ഡേയ്സിൽ 2 ദിവസമുള്ള അവധി. അന്ന് വെച്ചാ ഗുഡ് ഫ്രൈഡേ അവധിയാ, ക്രിസ്മസ് ഹാഫ് ഡേ വലിയ ബിസിനസ് ഉള്ള ദിവസമാണ്, പിന്നെ ഈസ്റ്ററിന്റെ ദിവസം ഹാഫ് ഡേ. ഈസ്റ്റർ എന്ന് ഞാൻ പറയാറില്ല, ഇപ്പൊ ഞാൻ പറയുന്ന റെസറക്ഷൻ സൺഡേ എന്ന് ഞാൻ ആ ദിവസത്തിന് വേണ്ടി പറയുന്നത്. കാരണം ഈസ്റ്റർ എന്ന് ഉള്ള ആ വാക്ക് തന്നെ എസ്തർ എന്നുള്ള വാക്കിന്ന്, അതൊരു സോറി ടു സേ ദാറ്റ്, അതൊരു പേഗൻ വാക്കാണ്. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല. പ്രൈസ് ദി ലോർഡ്. ഏതായാലും എന്റെ മെസ്സേജിലേക്ക് ഞാൻ, എന്റെ ടെസ്റ്റിമണിയിലേക്ക് ഞാൻ വീണ്ടും വരട്ടെ. ഞാൻ ഈ കർത്താവിനെ സ്വീകരിച്ചും നാളെ മുതൽ എനിക്ക് എന്റെ ഹൃദയത്തിൽ വലിയൊരു സന്തോഷം. എന്റെ അമ്മയോട് പിറ്റേ ദിവസം പറഞ്ഞു, എന്റെ ലൈഫ് ഇസ് ചേഞ്ച്. അമ്മ പറഞ്ഞു, നോക്കട്ടെ. എന്റെ ലൈഫ് അന്നോട്ട് ഒരു ചേഞ്ച് ആയി. എന്റെ മനസ്സിൽ സമാധാനം, സന്തോഷം. ഞാൻ മറ്റുള്ളവരോട് യേശു ജീവനുള്ള കർത്താവാണെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ മറ്റുള്ളവരോട് പറയാനായിട്ട് വേണ്ടി റെഡിയായിരുന്നു. ആരെയും എന്റെ ജീവിതത്തിൽ നിന്ന് പേടി മാറി. പിന്നെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ ബുക്സ് എന്റെ അക്കൗണ്ട്സ് ബുക്കുമായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവ്, ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ എനിക്ക് ആ അനുഭവിക്കണം, എനിക്ക് ആ പരിശുദ്ധാത്മാവിൽ നിറയണം. ഞാൻ അന്ന് സ്നാനപ്പെട്ടിട്ടില്ല, ആ വചനം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായി. കർത്താവിന്റെ വചനം മാർക്കസിന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, he that believes and is baptized shall be saved. അന്നേരം വിശ്വസിക്കുകയാണ് ആദ്യമേ. ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ വിശ്വസിച്ചില്ല, ഒരു ബേബി വിശ്വസിച്ചില്ല. ഗോഡ് പേരൻസ് നമുക്ക് വേണ്ടി വിശ്വസിക്കുന്നതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ കൊച്ചിന്റെ പാവത്തിന് വേണ്ടിയാണ് നമ്മള് സ്പ്രിങ്ക്ലിംഗ് ഓഫ് വാട്ടർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ ഒരു കാര്യം, പ്രൈസ് ദി ലോർഡ്. പുളുങ്ങുന്ന പള്ളി ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ പള്ളിയിലാണ് എന്റെ മാമൂസ് നടത്തുക. പക്ഷെ അതുകൊണ്ട് ഞാൻ രക്ഷ പ്രാപിച്ചില്ല. ഞാൻ യേശുവിനെ സ്വീകരിച്ച് 18-ാമത്തെ വയസ്സിൽ ഞാൻ അതിനുശേഷം വെള്ളത്തിൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴാണ്, പ്രൈസ് ദി ലോർഡ്, വാഗ്ദാനം പ്രകാരം, വചനം പ്രകാരം ഞാൻ ആ സാക്ഷ്യം ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ, കത്തോലിക്ക പള്ളിയുടെ മുമ്പിൽ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞു. പലരും ഓർത്ത് ഇതാരാണ്. ഞാൻ പറയട്ടെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഴിഞ്ഞ 42 വർഷത്തോളം ഫുൾ ടൈം മിനിസ്ട്രി. ഈ ജൂലൈയിൽ ഈ വർഷം 42 years in ministry. അതിന് മുമ്പേ ഞാൻ മിനിസ്ട്രി ചെയ്യാൻ തുടങ്ങി. പൂക്കടെ തന്നെ എല്ലാവരോടും വിറ്റ്നസ് ചെയ്യാൻ തുടങ്ങി. യേശു ആരാന്ന് പറയാൻ തുടങ്ങി. പൂക്കടെ തന്നെ പല വലിയ വലിയ ദാസന്മാർ അവിടെ വരുമായിരുന്നു എന്നെ മീറ്റ് ചെയ്യാൻ. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കർത്താവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താണെന്നറിയാമോ,
ഞാൻ എന്റെ ബുക്ക് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ആ അനുഭവം തരണേ എന്ന് പറഞ്ഞു. ദാഹിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് എന്റെ മേലിൽ ഇറങ്ങി വന്നു. ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജോൺ 7:37 ഒരു വാക്യമുണ്ട്. യേശു കരഞ്ഞു പറഞ്ഞു, hallelujah, if anyone is thirsty, if anyone is hungry, let him come to me and let him drink, and out of his innermost belly shall flow rivers of living water. ആ ഒരു സംഭവം എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ വളരെ 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 ഹൃദയത്തിൽ ഒരു ബോൾഡ്നെസ് വന്നു. എന്നാലും പിതാവിനും അമ്മയോടും ഒന്നും എന്റെ ജീവിതത്തിനെ കുറിച്ച് ഒന്നും എനിക്ക് പറയാനുള്ള ധൈര്യമില്ല. കാരണം അവര് ഇത് കേട്ടെങ്കിൽ എന്താവുമെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഞാൻ 2-3 years ഞാൻ റെസൽ ചെയ്ത് ബൈബിൾ വായിക്കാൻ തുടങ്ങി, ബൈബിൾ പഠിക്കാൻ തുടങ്ങി, ബൈബിളിന്റെ വചനം മനസ്സിലാക്കാൻ തുടങ്ങി. ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ഒരു കാലം വന്നപ്പോ 1982, ഞാൻ സത്യം പറയട്ടെ, എനിക്ക് കത്തോലിക്ക സഭയുടെ അകത്ത് കയറി ഇരിക്കാൻ എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ പുറത്ത് ബെഞ്ചിലിരുന്ന് ബൈബിൾ വായിച്ചിട്ട് തിരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ആയി വന്നപ്പം പെട്ടെന്ന് ഒരു ദിവസം പിതാവിന് മനസ്സിലായി ഞാൻ കത്തോലിക്ക സഭയിൽ പോകുന്നില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കത്തോലിക്ക സഭയെ വീണ്ടും വരണം. ഞാൻ പല പ്രാവശ്യം പിതാവിനോട് എന്റെ അനുഭവം പറയാൻ തുടങ്ങി. എന്റെ യഥാർത്ഥത്തിൽ കർത്താവ് ആത്മാവിന്റെ സത്യത്തിലുമാണ് ദൈവജനം ആരാധിക്കേണ്ടതെന്ന് യോഹന്നാൻ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. The true worshippers shall worship the Father in spirit and in truth. സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഒരു ഡിസൈപ്പിൾ ആകാൻ അത്ര ഈസി അല്ല. ഒരു ഫോളോവർ ഓഫ് അല്ലെങ്കിൽ ഒരു ബിലീവറോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറയാൻ വളരെ ഈസിയാണ്. പക്ഷെ ടു ബി എ ഡിസൈപ്പിൾ, യേശു കർത്താവ് പറഞ്ഞു, ഡെയിലി നമ്മൾ സ്വയം മരിക്കണം. നമ്മുടെ സ്വയം സ്വഭാവം, നമ്മുടെ സ്വയം അഹങ്കാരം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള പൊങ്ങച്ചുണ്ട്, അതെല്ലാം യേശുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാരും പാവികളായിട്ടാണ് ഈ ലോകത്തിൽ വരുന്നത്. എന്നാ യേശു നമുക്കൊരു പുതിയ ഒരു പേര് സ്വർഗത്തിന്റെ പുസ്തകത്തിൽ, ജീവൻ, ദ ബുക്ക് ഓഫ് ലൈഫില്, ഹല്ലേലൂയ, ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ആഗ്രഹിക്കുന്നു എന്റെ ഈ സാക്ഷ്യം കേട്ടിട്ട് നിങ്ങളുടെ പേര് യേശു ആ ജീവന്റെ പുസ്തകത്തിൽ, ദ ബുക്ക് ഓഫ് ലൈഫിൽ എഴുതി വെക്കാൻ? നിങ്ങൾ നിങ്ങളുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വീകരിച്ച് കർത്താവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷനായി ഏറ്റുപറഞ്ഞാല്, നിങ്ങളുടെ ബൈബിൾ പറയുന്നു, if you shall confess with your mouth the Lord Jesus and believe in your heart that God has raised him from the dead, you shall be saved. Hallelujah, praise the Lord. കർത്താവിനെ സ്വീകരിച്ച് നാളെ മുതൽ ഈ യേശുവിന്റെ ശിഷ്യനായി മാറിത്തീരാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതത്തിൽ ഒത്തിരി പരീക്ഷകൾ വന്നു. ഞാൻ പറയട്ടെ, എല്ലാ പരീക്ഷകളും കർത്താവ് എന്നെ ഓരോരോ പടി പ്രശ്നത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, കഷ്ടതയിൽ കൂടെ നടത്തിയപ്പോ കർത്താവ് എന്നെ താങ്ങി. ഹല്ലേലൂയ. എനിക്കൊരു കൺവെൻഷനിൽ പോകണമായിരുന്നു. പല പ്രാവശ്യം എന്റെ പിതാവിനോട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ ഒന്ന് വിടണം, എനിക്കൊരു 10 ദിവസം ലീവ് വേണം, ഞാൻ പോയിട്ട് വരാം. പിതാവ് എന്നെ വിടത്തില്ലായിരുന്നു. അത് സാരമില്ല. 84 പിന്നെയും കൺവെൻഷന് വേണ്ടി പോകാൻ നോക്കി, എന്നിട്ട് വിട്ടില്ല. അന്നേരം എന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഈ കൺവെൻഷന് പോകണം. ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞാൻ ഓർത്ത് ഒരു 10 ദിവസത്തേക്ക് പോയിട്ട് തിരിച്ചു വരാം. പിന്നെ പിതാവ് പറയുന്ന വഴക്കല്ല, ഞാൻ കേട്ടോളാന്ന് ഓർത്തു. ഞാൻ ഏതായാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് 2 മണിക്ക് വീട്ടിൽ ഇറങ്ങണം. കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ബാംഗ്ലൂരിൽ കയറണം. ഞാനന്ന് പൂക്കട അന്ന് പോയില്ല കേട്ടോ. ഞാൻ അവിടെ അന്ന് ഞാൻ ഗേറ്റ് തുറക്കാൻ വരെ എന്റെ അമ്മ വന്നിട്ട് പറഞ്ഞു, മോനെ എവിടെയാ പോകുന്നത്? എന്നെ തിരിച്ച് കൊണ്ടുവന്ന് എന്റെ റൂമിന്റെ അകത്താക്കി എന്റെ മുറിയില് എന്നെ ലോക്ക് ചെയ്ത് പുറത്തുനിന്ന്. അന്നേരം എനിക്ക് പോകാനും പറ്റത്തില്ല. അന്ന് ഞാൻ മുട്ടുകുത്തി കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്തൊരു അവസ്ഥയാ, എന്റെ ടിക്കറ്റ് ബുക്ക്ഡാ, എനിക്ക് പോകാൻ പറ്റുന്നില്ല. അന്നേരം എസെക്കിയേൽ 12:1-4 വാക്യം കർത്താവിനോട് സംസാരിച്ചു. Then shalt thou bring forth thy stuff by day, their sight, a stuff for removing, and thou shalt go forth at even in their sight, and thou shalt go into captivity. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്നോട് ഈ വചനത്തിൽ കൂടെ പറയുന്ന കാര്യങ്ങള് ദൈവം പകൽ പോകാനാ. പക്ഷെ കർത്താവ്, ഞാൻ എന്റെ റൂമിൽ നിന്ന് എനിക്ക് ഇറങ്ങാൻ വേണ്ട. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ കർത്താവിനോട് ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പാസ്റ്റർ പോകുന്നുണ്ട്, ഞാൻ പാസ്റ്ററിന്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, പാസ്റ്ററെ, ദൈവം ഈ വചനത്തിൽ കൂടെ എന്നോട് സംസാരിച്ചു. പാസ്റ്റർ നന്നായിട്ട് അറിയാതെ എന്റെ ഫാദർ എന്നെ കുറിച്ചൊക്കെ. പാസ്റ്റർ, ഞാൻ ഒരു കാരണത്താൽ ഞാൻ നിന്നെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞു. ഐ വിൽ നോട്ട് ടേക്ക് യു ടു ദിസ് കൺവെൻഷൻ. ഏതായാലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ വളരെ സങ്കടപ്പെട്ടു, ദുഃഖപ്പെട്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അതായത് എന്നെ സ്നാനപ്പെടുത്തിയ ഒരു പാസ്റ്റർ 1983 അന്ന് ആ പാസ്റ്റർ ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു പാസ്റ്റർ ആയിരുന്നു.
ആ പാസ്റ്ററിനോട് പറഞ്ഞ് എപ്പം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് ഈ അപ്പോസ്തലനായ പൗലോസ് ഗ്രീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് ഈ ചെറിയ ചെറിയ പോസ്റ്റ് കാർഡിൽ ഇങ്ങനെ ലെറ്റേഴ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചു തരുമായിരുന്നു. ദ ഗ്രേസ് ഓഫ് ഗോഡ്, ആർ ലവിംഗ് ഹെവൻലി ഫാദർ, പീസ് ബി അപ്പോൺ യു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. എന്നിട്ട് ഈ വചനങ്ങളെല്ലാം കേട്ടപ്പം ഈ പാസ്റ്ററിന് മനസ്സിലായി എനിക്ക് വീട്ടിൽ ഒത്തിരി ഇങ്ങനെ തടസ്സങ്ങളുണ്ട്. അന്നേരം പാസ്റ്റർ എങ്ങനെയോ എന്റെ അഡ്രസ് എവിടുന്നോ കിട്ടിയ അങ്ങനെയാണ് ഈ പാസ്റ്ററിനെ പരിചയം. എനിക്ക് എങ്ങനെയാ ഈ പാസ്റ്ററിനെ ഫസ്റ്റ് ടൈം പാസ്റ്റർ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെയാണെന്ന് അതൊരു ദൈവത്തിന്റെ അത്ഭുതമാണ്. ഏതായാലും ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഈ മാർഗത്തിൽ വഴി നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്ന് രാത്രി ഞാൻ ഫ്ലവർ ഷോപ്പ് കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞ, പിതാവേ എനിക്ക് മനസ്സിലാകുന്നില്ല, വീട്ടില് എന്നെ വേറെ ചർച്ചിൽ പോകാനോ അല്ലെങ്കിൽ സത്യത്തിൽ ആരാധിക്കാനോ ഒന്നും എന്നെ അനുവാദമില്ല. പക്ഷെ കർത്താവ് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്നോട് എന്റെ വീട്ടിൽ തന്നെ എന്റെ പിതാവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് വീട്ടിൽ രാത്രി പോവുക. കട അടച്ചു, വീട്ടിൽ ചെന്നു. പിതാവ് സംസാരിക്കുമ്പം ആദ്യം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അടുത്ത ഞായറാഴ്ച നീ കത്തോലിക്ക സഭയിൽ കണ്ടില്ലെങ്കിൽ ഞാൻ നിന്റെ എല്ല് ഒടിക്കുമെന്ന് പറഞ്ഞു. അതെന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ. പക്ഷെ അന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ സന്നിധി പറഞ്ഞ ആ ഫ്ലീസ് ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ വിചാരിച്ചു എക്സോഡസ്, ബുക്ക് ഓഫ് എക്സോഡസ്, ഞാൻ അതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഒരു എക്സോഡസ് തുടങ്ങുക. ജൂലൈ 14 1984 ശനിയാഴ്ചയായിരുന്നു. അന്ന് രാത്രി കാലം ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഒന്നും എടുക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഇന്നത്തെ വാല്യൂ പറയുകയാണെങ്കിൽ ഒരു $2 അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു മേ ബി 200 rupees എന്റെ കൈ കാണും. ഒരു 100 രൂപ ഞാൻ ബോറോ ചെയ്ത്, ഞാൻ 4 വർഷം ജോലി ചെയ്തെങ്കിലും ഞാൻ ഒന്നും എടുത്തില്ല. ഞാൻ വന്നിട്ട് ബോംബെയിലേക്ക് ഒരു ബസ്സിൽ പിടിച്ചു, യാത്ര ചെയ്ത് അവിടെ എത്തി. എനിക്ക് എന്നെ മനസ്സിലാകുന്നില്ല ഞാൻ എന്താ ചെയ്തത്. ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ. എനിക്ക് തന്നെ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ഡയറക്ഷനിലേക്ക് ദൈവം എന്നെ നടത്തി. ബോംബെയിൽ വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞു, നല്ലൊരു സ്ഥലത്തിലേക്ക് താമസിക്കാം, ചർച്ചിൽ വരണം, ബുധനാഴ്ച പ്രയർ മീറ്റിംഗിൽ വരണം. എന്റെ കയ്യിൽ പൈസ ഇല്ല, ചർച്ചിൽ പോകാൻ പോലും പൈസ ഇല്ല. പക്ഷെ ദൈവം ഓരോരോ സമയത്ത് എന്റെ ചെറിയ വിശ്വാസം വലുതാക്കിക്കൊണ്ടിരുന്നത്. 100 രൂപയ്ക്കൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ 3 പേരാ എനിക്ക് ഒരു എമൗണ്ട് തരുന്നത്. അങ്ങനെ എന്റെ വിശ്വാസം വളർന്നുകൊണ്ടിരുന്നത്. വിശ്വാസത്തിന്റെ ജീവിതം എന്നെ ദൈവം പഠിപ്പിച്ചു. പാസ്റ്റർ പറഞ്ഞു, നീ പ്രാർത്ഥിച്ചു നോക്ക്, ഈ ധാരവി എന്ന് പറഞ്ഞ ബോംബെയിലുള്ള ഗെറ്റ് ഹൗസില് നീ ഒരാഴ്ചയോ ഒരു മാസത്തിൽ കൂടുതൽ ഇവിടെ താമസിക്കും. ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്ക്, ഒരു ജോലിയാണോ എടുക്കേണ്ടിയ? ബികോം ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും ഒരു അക്കൗണ്ടിങ് ജോലി കിട്ടുമല്ലോ, അതോ ഫുൾ ടൈം ഇൻഡസ്ട്രിയിൽ ഇറങ്ങണോ? ഞാൻ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. എന്നിട്ട് അന്നത്തെ നാള് ഞാൻ ഒരു തീരുമാനം എടുത്ത്, ഞാൻ സെക്യുലർ ജോലി എന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യൂല, കർത്താവിന്റെ വേലയിൽ ഞാൻ ഇറങ്ങും. അങ്ങനെ 1984 ജൂലൈ 14 ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ബോംബെയിൽ വന്നു. ബോംബെയിൽ അവിടെ ഒരു 1.5 മാസം താമസിച്ചതിന് ശേഷം ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ എന്റെ ജീവിതം ധാരവി ഗെറ്റോയില്, ധാരവി സ്ലംസില് ഞാൻ എന്റെ ജീവിതം പ്രൈസ് ദി ലോർഡ് കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അതിനുശേഷം കൽക്കട്ട ഭാഗത്ത് പോയി, നോർത്ത് ഇന്ത്യയിലും പല സ്റ്റേറ്റുകളില് ദൈവം എന്നെ ഓരോരോ സ്ഥലത്ത്. ആദ്യമേ എനിക്കൊരു ട്രെയിനിങ്, പ്രൈസ് ദി ലോർഡ്, കൽക്കട്ടയില് അവിടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് 2 hours നോർത്ത് ഓഫ് കൽക്കട്ടയിൽ അവിടെ താമസിച്ചു. അവിടെ എനിക്ക് നല്ലൊരു ട്രെയിനിങ് കിട്ടിയ ഒരു ദേവദാസൻ. ആ ദേവദാസന്റെ സാക്ഷ്യവും ഭയങ്കര ഒരു സാക്ഷ്യമാണ്. ഒരു ഹിന്ദു വൈഷ്ണവൈറ്റ് ഫാമിലിയിൽ നിന്ന് ആ ദേവദാസൻ എന്നെ പഠിപ്പിച്ചു വിശ്വാസം എങ്ങനെയാ നടത്തേണ്ടത്. ഇന്ന് ഞാൻ വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന് എന്റെ ജീവിതത്തിൽ മരണം എന്റെ മുമ്പിൽ നിന്നു. ഒരു സംഭവം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഞാൻ അന്ന് കല്യാണം കഴിച്ചിട്ടില്ല. എന്റെ തലച്ചോറിൽ അത്ര ചൂടായതുകൊണ്ട് ഐസ് ഇട്ട് തണുപ്പിച്ചു. ലങ്സിലൊന്നും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇൻഫ്ലുവൻസ വന്നു, എനിക്ക് ഹൈ ഫീവർ വന്നു, എനിക്ക് എഴുന്നേക്കാൻ മേല, നിൽക്കാൻ മേല, നടക്കാൻ മേല, ഒന്നും ചെയ്യാൻ മേല. ഞാൻ ഓർത്ത് ഞാനിപ്പോ മരിക്കാൻ പോവുക. ആ മരിക്കുന്ന ആ ബെഡില് ഞാൻ ഹെഡ് ക്വാർട്ടേഴ്സില. ആ സമയത്ത് ഞാൻ ഓർത്ത്, കർത്താവേ ഞാൻ മരിച്ചു പോവുമല്ലോ എന്ന് വരെ ഓർത്തു. ദൈവത്തിന്റെ വചനം അന്ന് എന്നെ ബലപ്പെടുത്തിയ വചനം ഇതാണ്. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, അവിടെ പറയുന്നുണ്ട്, I shall not die, but I shall live and I shall declare the works of God. ആ മരണക്കിടക്കിയെന്ന് 3 ആഴ്ച എനിക്ക് കുളിക്കാൻ പോലും ഞാനൊരു ബക്കറ്റ് വെച്ച് ഇങ്ങനെ വെള്ളം കോരുമായിരുന്നു. ഇങ്ങനെയായിരുന്നു ഞാൻ കുളിച്ചോണ്ട്. ദൈവം എനിക്ക് പരിപൂർണ്ണ സൗഖ്യം തന്നു. ഹല്ലേലൂയ.
മരണം നമ്മുടെ മുമ്പിൽ വരുമ്പം നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ മരിക്കാൻ പോവാന്ന ഒരു വ്യക്തി. ഞാൻ എന്റെ മനസ്സിൽ ഓർത്ത്, ഞാൻ ഇനി എന്റെ പിതാവിനെ കാണുമോ, എന്റെ മാതാവിനെ കാണുമോ, എന്റെ സഹോദരന്മാരെ കാണുമോ, അങ്ങനെയൊക്കെ എന്റെ ഒത്തിരി ചിന്തകൾ വന്നു. പക്ഷെ കർത്താവ് എന്നെ വെടിവെച്ചു. കർത്താവ് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്നു. ഒരു ഗുളിക പോലും കഴിച്ചില്ല കേട്ടോ, ഒരു ഗുളിക പോലും എന്റെ വായിലിട്ടില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയുമില്ല. പക്ഷെ കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് ജീവിക്കുന്ന കർത്താവിന് വേണ്ടിയാ. കോവിഡിന്റെ കാലത്ത് ആരും 2001 ആരും പോകത്തില്ല, ഒരിടത്തും പോകത്തില്ല. കർത്താവിനോട് ബാംഗ്ലൂർ പട്ടണത്തിൽ ഞാൻ ഒരാഴ്ച ഉപസിച്ചപ്പോ കർത്താവിനോട് പറഞ്ഞു, വീണ്ടും USA മടങ്ങി പോണം. ഞാൻ പറയട്ടെ, മാർച്ച് മാസം 2021 ഞാൻ വീണ്ടും USA വന്നു. ഞാൻ വന്ന ആ ദിവസങ്ങളിൽ വന്നില്ല എന്നെങ്കിൽ ഏപ്രിലിൽ വരാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പോലും പ്രയാസമായേനെ. ഏതായാലും പ്രൈസ് ദി ലോർഡ്, ഡാലസിൽ വന്നു. അവിടെ ഇമിഗ്രേഷൻ ഓഫീസർ എന്റെ പാസ്പോർട്ട് നോക്കിയിട്ട് എന്റെ പേര് വായിച്ചിട്ട് പറഞ്ഞു, മാത്യു ജേക്കബ്. ഇത് അതിശയം തോന്നല്ലോ, നിങ്ങക്ക് പുതിയ നിയമമുണ്ട്, പഴയ നിയമമുണ്ട്. ഞാൻ പറഞ്ഞു യെസ്. ഇമിഗ്രേഷൻ ഓഫീസറാ, മുഖം മൂടിയിരിക്കുക, ചെവി മൂടിയിരിക്കുക, കയ്യില് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. കോവിഡിന്റെ കാലമാ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മൂവ് ചെയ്യാത്ത കാലമാ. എന്റെ സാക്ഷ്യം ഞാൻ ചെറുതായിട്ട് പറഞ്ഞു, ഞാനൊരു മെഷർ ചെയ്യാം. അന്നേരം പുള്ളിക്കാർ ഭയങ്കര സന്തോഷം തോന്നി. ഒരു മിനിറ്റ് പോലും നോക്കിയില്ല, 6 മാസത്തേക്ക് അടിച്ചിട്ട് പറഞ്ഞു, വെൽക്കം ടു അമേരിക്ക. എന്നെ സ്വീകരണത്തിനെ കുറിച്ച് ഞാൻ പറയാ. കയ്യിലുള്ള ഗ്ലൗസ് 2 ഊരി, മാസ്ക് ഊരി, കൈ നീട്ടിട്ട് ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞു വെൽക്കം. ഞാൻ പറഞ്ഞു താങ്ക് യു, ഗോഡ് ബ്ലെസ് യു. ഞാൻ തിരിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഐ വിൽ നെവർ ഫർഗെറ്റ് യു ഫോർ ലൈഫ്. അതെന്റെ സാക്ഷ്യമാണ്. പാസ്റ്റർമാർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇത് യാത്ര ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ഇവിടെ ആരും പോകാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, എന്റെ കൂടെ ഉണ്ട്. എനിക്ക് യേശുവിന്റെ ജീവൻ ഉണ്ടെങ്കിൽ, ഞാൻ ആ ജീവൻ, കർത്താവിന്റെ ലൈഫ് എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ബൈബിൾ പറയുന്നു, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. പ്രിയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ആരൊക്കെ ഈ സാക്ഷ്യം കേൾക്കുന്നു, നിങ്ങൾക്കറിയാവോ യേശു നമുക്ക് വേണ്ടി തന്ന പ്രോമിസ്, ഐ ഹാവ് കം ടു ഗിവ് യു ലൈഫ്. നിങ്ങൾ ആ ലൈഫ് അനുഭവിക്കുന്നുണ്ടോ? എന്റെ ജീവിതത്തിൽ ആ ലൈഫ്, ദ ലൈഫ് ഓഫ് ഗോഡ്, ദ ലൈഫ് ഓഫ് ജീസസ്, ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്, ആ അനുഭവം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ആ യേശുവിന്റെ ലൈഫ് ഉണ്ടെങ്കിൽ കോവിഡ് നമ്മളെ തൊടത്തില്ല. അസുഖങ്ങളും രോഗങ്ങളുടെ മേലും നമുക്ക് ജയം ദൈവം നമുക്ക് തരും. ഞാൻ പറയുന്നില്ല അസുഖമോ രോഗമോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാ കർത്താവ് അതിനേക്കാളും വലിയൊരു ദൈവമാണ് നമ്മൾ സേവിക്കുന്നത്. He came to give us life in abundance. ഞാൻ ആ abundant ലൈഫ് ഞാൻ ഓരോരോ ദിവസം കർത്താവിന്റെ കൃപയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 1984 തൊട്ട് ഇന്ന് വരെ പറയുകയാണെങ്കിൽ, ഓരോരോ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഫുൾ ഡേ പറഞ്ഞാലും അത് തീരത്തില്ല. എന്നാൽ ചുരുക്കത്തിൽ പറയട്ടെ, ദൈവം എന്നെ വിശ്വാസം പഠിപ്പിച്ചു, ദൈവം വിശ്വാസത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ചു. The Bible says the just shall live by faith. Word of God says man shall not live by bread alone but by every word that proceeds from the mouth of God. ദൈവം എന്നെ പല രാജ്യങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി, ദൈവം എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി, ദൈവം എന്നെ മിനിസ്ട്രി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങി. ഞാൻ പല സഭകൾ ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ പല ദേശങ്ങളിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, കർത്താവ് എന്നെ ഏത് വിധത്തിൽ എന്നെ നടത്താൻ ആഗ്രഹിക്കുന്നു, ഞാൻ അതിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഇനി ഞാനൊരു മിഷണറി ആയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം, പ്രാർത്ഥനയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥനയാണ് നമുക്ക് ആ പവർ തരുന്നത്. പ്രിയ ഫ്രണ്ട്സ്, എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മുടെ ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടി പൂർണ്ണമായിട്ട് ജീവിക്കണം. എന്റെ ആഗ്രഹം ഇതാണ്. സമ്പത്തോ ദൗലത്തോ എല്ലാം നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും അതൊന്നും നമ്മൾ നിലനിൽക്കത്തില്ല. എന്നാൽ നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒരു കപ്പ് വെള്ളം പോലും യേശുവിന്റെ നാമത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പരിശുദ്ധാത്മാവാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്രയും അല്ല നിങ്ങളോട് പറയാൻ. ഞാൻ എന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ ഒക്കെ ഇത്രയോ ഒന്നും എനിക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ യേശുവിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ യേശു നമുക്ക് വേണ്ടി തന്നെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിക്കേണ്ട എത്രയും നമ്മുടെ ലീസ്റ്റ് ഓഫറിംഗ് ആണ് അത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേര് സന്തോഷമുണ്ട് ഈ സാക്ഷ്യം കേട്ടിട്ട്. ഈ ജീവനുള്ള ദൈവത്തിന് വേണ്ടി എന്റെ 42 വർഷം ഫുൾ ടൈം മിനിസ്ട്രിയിൽ കർത്താവിനെ സേവിക്കാൻ പറ്റി. പല സ്ഥലത്ത് ദൈവം ഞങ്ങളെ മൂവ് ചെയ്തു.
എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും പുകഴ്ത്താനില്ല. ഞാനൊരു ദേവദാസൻ, അത്രേ ഉള്ളൂ ഞാൻ പറയത്തുള്ളൂ. I'm a missionary. I'm a serving the Lord. I pray that my family will serve the Lord too. എന്റെ 3 പിള്ളേരും, ദാനമായിട്ട് വന്ന 3 പിള്ളേരും, ഈ ഒരു കൊച്ചുമോനുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ജോണത്തൻ എന്നാണ് എന്റെ കൊച്ചുമോന്റെ പേര്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് എന്റെ സാക്ഷ്യം നിർത്തുകയാണ്. നിങ്ങളുടെ ഭാരങ്ങൾ ഒന്ന് കർത്താവിന് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതം നടത്തട്ടെ, നിയന്ത്രിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. Loving Jesus, gracious Father, I thank you for the opportunity, Lord, to pray for my brothers and sisters. Lord, thank you for this channel that you have given me this opportunity. I pray for those that need your salvation. Save them, Lord. I pray for those that are sick, Lord, that they would be healed in the name of Jesus. I pray for your deliverance. I pray for your healing. I pray that the Holy Spirit will touch your people. We commit our lives to you. ഒരിക്കൽ കൂടി കർത്താവേ, ഞങ്ങളുടെ ചെയ്ത പാവങ്ങളും കുറവുകളും എല്ലാം ക്ഷമിക്കണേ. കർത്താവേ, എന്റെ പാവങ്ങളെല്ലാം യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. എന്റെ മനസ്സ് കഴുകണമേ, എന്റെ ഹൃദയം കഴുകണമേ, എന്റെ ചിന്തകൾ കഴുകണമേ. എന്നെ പുതിയ ആക്കണമേ. എന്നെ യേശുവിന് വേണ്ടി ജീവിപ്പാൻ, എന്റെ ജീവിതത്തിൽ കൂടെ ഒരു പ്രയോജനം കൊണ്ടുവരാൻ കർത്താവേ, എന്റെ കടബാധകൾ മാറട്ടെ, എന്റെ പ്രയാസങ്ങൾ മാറട്ടെ. ഏതൊക്കെ വിഷയങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അതെല്ലാം സമർപ്പിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ പ്രാർത്ഥന യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വീണ്ടും ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. God bless you. Thank you for hearing this prayer. May the Lord richly bless you. God bless you all. Thank you once again.